ഇതിനു മുന്നേയും ഒരുപാട് പീഡനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ലേഡി വ്യക്തിത്വത്തോടെ ജീവിക്കുന്ന ഡിഗ്നിറ്റിയോടുകൂടിയുള്ള ഈ സ്ത്രീ അതിനെ പ്രതികരിച്ച് മുന്നോട്ട് സധൈര്യം കൊണ്ടുവന്നപ്പോൾ അതിനെ 8 വർഷമായിക്കോട്ടെ എടുത്തോട്ടെ, പക്ഷെ അതിന് നീതി വേണം എന്നുള്ള ഒരു ഉറപ്പ് നീതിപീഠത്തെ അല്ലാതെ അവരാരെയാണ് സമീപിക്കേണ്ടത്? ഒരു വ്യക്തിയുടെ ആത്മഹത്യക്ക് തൊട്ടു മുന്നിലുള്ള അവസാനത്തെ അത്താണിയാണ് നീതിപീഠം എന്ന് പറയുന്നത്. പിന്നെ ഇതിന് അതിജീവിതയ്ക്ക് വക്കാലത്തെടുത്ത അഭിഭാഷക സംസാരിക്കേണ്ടായി. അഭിഭാഷക ഒരുപാട് സമയം ഇതിനകത്ത് ഒഴിയണമെന്ന് വിചാരിച്ച് പ്രഷറുണ്ട്. പക്ഷേ ഇവിടുത്തെ എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ പ്രഗത്ഭന്മാരായ ഒരു വക്കീല് പോലും വക്കാലത്തെടുക്കാൻ അതിജീവിതയ്ക്ക് വേണ്ടി തയ്യാറായില്ല എന്ന്. അപ്പോൾ ഈ വക്കീലിന്റെ പ്രാഗൽഭ്യം എന്താണ്? എന്തിനാണ് പ്രഗത്ഭരായ വക്കീൽ എന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയാണ് പ്രാഗൽഭ്യം എന്തിനു വേണ്ടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. നീതി നമ്മുടെ വക്കീലന്മാരെടുത്ത് വന്നിട്ട് ജനങ്ങൾ കരഞ്ഞു പറയുമ്പോൾ അവർ ഒരു എത്തിക്സിനോട്, അത് നമ്മുടെ ജോബിനോടുള്ള ഒരു എത്തിക്സ് നമ്മൾ അവിടെ കീപ്പ് ചെയ്യണ്ടേ, ഒരു ധാർമ്മികത കീപ്പ് ചെയ്യണ്ടേ? അവർക്ക് നീതി വാങ്ങിച്ചപ്പം എന്നെ പോലെയുള്ള ഒരു അഭിഭാഷക, മിനിയെ പോലെയുള്ള ഒരു അഭിഭാഷക നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള വിധികൾ വരുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ അത് വളരെയധികം ഒരു ക്വസ്റ്റ്യനാണ്. നമുക്കും ഒരു ട്രോമ, നമ്മളും ഒരു ട്രോമയിലേക്ക് പോവുകയാണ്. നമ്മൾ ഓരോരുത്തരും അമ്മയുണ്ട്, പെങ്ങന്മാരുണ്ട്, പെമ്മക്കളുണ്ട്, പഠിക്കാൻ പോകുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. അവരൊക്കെ ഇതുപോലെ പെട്ടുകഴിഞ്ഞാൽ നമ്മൾ ഇനി എവിടെ പോകും? നമ്മൾ പണം സമ്പാദിക്കണമോ, സ്വാധീനം സമ്പാദിക്കണമോ, എഡ്യൂക്കേഷൻ സമ്പാദിക്കണമോ? ഇപ്പൊ ഇവിടെ കാണുന്നത് എഡ്യൂക്കേഷൻ ആണോ, അല്ലെങ്കിൽ നമ്മൾ ആ ജുഡീഷ്യറി ഇതിൽ നിൽക്കുന്നതിനാണോ പ്രാഗൽഭ്യമുള്ളത്, അതോ പണത്തിനാണോ, അല്ലെങ്കിൽ സെലിബ്രിറ്റിക്കാണോ, രാഷ്ട്രീയ നേതാവിനാണോ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്? നീതിക്കല്ലേ പ്രാധാന്യം? ജനാധിപത്യ രാജ്യമല്ലേ ഇത്? ജനങ്ങളുടെ നീതിയല്ലേ ഉറപ്പാക്കേണ്ടത്? തെളിവ് കോടതിയിൽ ഹാജരാക്കാൻ സാധിക്കാത്തത് കൊണ്ട് എന്നെങ്ങനെ പറഞ്ഞു? അഡ്വക്കേറ്റ് മിനി എന്ന് പറയുന്ന അതിജീവിതയുടെ അഭിഭാഷക 10-30 വർഷം പ്രാക്ടീസുള്ള നീതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ലോയറാണ്. അവര് നുണ പറയുക എന്ന് പറയുന്നത് അവിശ്വസനീയമാണ് നമുക്ക്. ഇപ്പൊ ഞാൻ നാളെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിവില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ അതിനെ വാദിച്ച് ജയിക്കാൻ പറ്റും? ഓപ്പോസിറ്റ് നിൽക്കുന്നവര് പ്രാഗൽഭ്യവും അംഗബലവും ഉള്ളവരും സ്വാധീനമുള്ളവരുമാണെങ്കിൽ നമ്മൾ എത്രത്തോളം പറയാൻ നിൽക്കും? അപ്പം ബുദ്ധിമാന്മാര് മൗനം പാലിക്കും ചില സമയത്ത് എന്ന് പറയുന്നത് പോലെ നമ്മളൊക്കെ ആയിപ്പോകും. എങ്കിലും നമുക്ക് ഹയർ കോടതി ഉണ്ടല്ലോ എന്നൊരു ആശ്വാസത്തിൽ നമ്മൾ പിൻവലിയും. എങ്കിലും ഒരു പൗരയുടെ വർഷങ്ങൾ, നീതി കിട്ടേണ്ട വർഷങ്ങളോളം കോടതിയിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണ്. അതായത് വൈകിയെത്തുന്ന നീതി എപ്പോഴും നീതി നിഷേധം തന്നെയാണ്. 8 വർഷം അതിജീവിത വെയിറ്റ് ചെയ്തു. ഈ 8 വർഷത്തിന് ശേഷം അവർക്ക് കിട്ടിയ വിധി എന്താണ്? ഇതിന്റെ അകത്ത് മാസ്റ്റർ ബ്രെയിൻ ആരാണ്? ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. പ്രതികൾക്ക് അങ്ങനെ ഒരു മൈൻഡ് ഇൻജെക്ട് ചെയ്തു കൊടുത്തത് ആരാണ്? അത് നമ്മൾ ആദ്യം ചിന്തിക്കണം. അപ്പൊ ഇവിടുത്തെ മാസ്റ്റർ ബ്രെയിൻ ആരാണ്? അപ്പൊ ഇത് ഒരു വിവേകത്തോടെയും ഒരു കോമൺ സെൻസോടു കൂടിയും ചിന്തിക്കുമ്പോൾ ഏത് കഞ്ഞി കുടിക്കുന്ന മക്കൾക്ക് മനസ്സിലാവുന്ന ഒരു സത്യമാണ്, ആരാണ് ഇതിന്റെ അകത്ത് മാസ്റ്റർ ബ്രെയിൻ, അതിന്റെ പിന്നിലുണ്ടായ ഫാക്ട് എന്തായിരുന്നു എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പൊ വിധി നീതിയുക്തമല്ല. അതിജീവിതയ്ക്ക് നീതി ആവശ്യമുള്ള അതിജീവിത തന്നെയാണ്. അവര് നുണ പറഞ്ഞിട്ടല്ല ഒരാളെ ഇല്ലീഗലായിട്ട്, അവര് അലിഗേഷൻ ആയിരുന്നില്ല, ഇത് ഫാക്റ്റ് ആയിരുന്നു. ഇത് സത്യമായിരുന്നു, നഗ്ന സത്യമായിരുന്നു. ഇതിപ്പോ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കോർട്ട് അല്ലേ? എന്റെ കാഴ്ചപ്പാടായിരിക്കില്ല ജഡ്ജിന്റെ കാഴ്ചപ്പാട് വരുന്നത്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കോർട്ട് എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്, അതിനനുസരിച്ചാണ് ഇത് വരുന്നത്. അപ്പൊ എന്റെ കാഴ്ചപ്പാടിൽ എല്ലാവരും ശിക്ഷയ്ക്ക് അർഹരാണ്. എന്നാൽ മാത്രമേ അതിജീവിതയ്ക്ക് നീതി പൂർണ്ണമാകുള്ളൂ. മാസ്റ്റർ ബ്രെയിൻ പുറത്താണ്.